പേടിയോ? എനിക്കോ? ആരോട്? എന്തിന്? അല്ല, ഇവിടെ മരുമോൾ ഭരണമെന്നാ കേട്ടത്. മരുമോള് ഭരണോ? ആ, അമ്മേ, ദേവി, അമ്മ ഞങ്ങളുടെ സങ്കടങ്ങള് അറിയുന്നില്ലേ? ഞങ്ങളുടെ കഷ്ടകാലം മാറ്റിത്തരണേ ദേവി. അച്ഛന് തീരെ സുഖമില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അച്ഛനാകെ തളർന്നിരിക്കുക. രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും പുറത്തായതോടെ അച്ഛൻ ആകെ തകർന്നു. അച്ഛനെ രക്ഷിക്കണേ ദേവി. ഞങ്ങളുടെ കുടുംബം ആകെ തകർച്ചയില്ല ദൈവമേ. എല്ലാ തരത്തിലും ഞങ്ങളെ രക്ഷിക്കണേ. രാജുവിനെ കണ്ടിട്ട് എത്ര വർഷമായി? രാജു എന്നെ ഓർക്കുന്നു പോലും ഇല്ലേ ദേവി? രാജുവിന് എന്നെ മറക്കാൻ പറ്റുമോ? ചെറിയമ്മ, മോളെ, മോള് കരയാതെ. എല്ലാം മാറുന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഈ ദാരിദ്ര്യം ബുദ്ധിമുട്ടുണ്ടായത് കുറച്ചൊക്കെ നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാ. ദൈവത്തിനോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കും. ചെറിയമ്മ, വർഷം ഇത്രയായില്ലേ? രാജു ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. അവനോട് ഈ വീട്ടിലുള്ളവർ ചെയ്തത് അങ്ങനെയാണല്ലോ. മനഃപൂർവ്വം അല്ലെങ്കിലും മോളും അവനെ തള്ളി പറഞ്ഞില്ലേ? അത് ശരി, പൂജാമുറിയുടെ വാതിക്കൽ വന്ന് നിന്നാണോ ചെറിയമ്മയുടെയും മോളുടെയും കരച്ചിലും പിടിച്ചിലും? കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാവില്ല. ഇതൊക്കെ തലവരയാ, തലവര. എന്തൊക്കെയായിരുന്നു അഹങ്കാരം! വലിയ മന്ത്രിയുടെ മകള്, കൊമ്പത്തെ കോലത്തെ രാജകുമാരി. മന്ത്രിയായിരുന്ന ആൾക്കേ പുറത്തിറങ്ങാൻ വയ്യാണ്ടായി. മകളാണെങ്കി ഭർത്താവിനെ ഓർത്ത് കരയുന്നു. ഇടി, അവൻ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ഒരു ദൈവവും നിങ്ങളുടെ മുമ്പിൽ കണ്ണ് തുറക്കില്ല. അവളുടെ ഒരു കരച്ചില്. ഒരു ദൈവവും നിങ്ങളുടെ മുമ്പിൽ കണ്ണ് തുറക്കില്ല. അവളുടെ ഒരു കരച്ചില്. മോള് വാ. അമ്പിക എന്താ ആരെയോ പേടിക്കുന്ന പോലെ? പേടിയോ? എനിക്കോ? ആരോട്? എന്തിന്? അല്ല, ഇവിടെ മരുമോൾ ഭരണമെന്നാ കേട്ടത്. മരുമോള് ഭരണോ? ആ, അല്ല, ഇതൊക്കെ ആരാ പുഷ്പകലയോട് പറഞ്ഞത്? അരമന രഹസ്യം അങ്ങാടിപ്പാട്ടെന്നാണല്ലോ ക്ലബില് പലരും പറയുന്നത് കേട്ടു. ആ ദേ, ഇതുകൊണ്ട് തന്നെയാ ഞാൻ ക്ലബിൽ കുറെ നാളായിട്ട് വരാത്തെ. മുഴുവൻ പരദൂഷണക്കാരാണെന്നേ. ക്ലബില് വരാത്തത് മാസവരി അടയ്ക്കാൻ പോലും കാശില്ലഞ്ഞിട്ടാണെന്നാ
മെമ്പേഴ്സ് പലരും പറയുന്നത്. ദീപുവിന്റെ അമ്മ ആരോടെ കലവില വർത്താനം പറയുന്നേ? അത് അമ്മയെ കാണാൻ അമ്മയുടെ ഒരു പഴയ കൂട്ടുകാരി വന്നിട്ടുണ്ട്. കണ്ട കണ്ടുകളെയൊക്കെ വിളിച്ചെന്റെ വീട്ടിൽ കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞാൻ നാണം കെടുത്തുന്നില്ല. അതുകൊണ്ട് അമ്മയെന്ന് വിളിച്ചേക്കാം. അമ്മേ, അമ്മേ. ആരോടെങ്കിലുമൊക്കെ 2 വാക്ക് സംസാരിക്കുമ്പോഴാ അവളുടെ ഒരു വിളി കമ്മ. ഞാനേ ഒരു വാണിംഗ് കൊടുത്തിട്ട് ഇപ്പൊ വരാം. ആ ആ. മോളെന്നെ വിളിച്ചോ? പിന്നെ വിളിക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുമോ? ദേ, ഒരുമാതിരി ഓവർ റെസ്പെക്ട് ഒന്നും കാണിച്ച് ആക്ട് ചെയ്യണ്ട കേട്ടോ. എനിക്ക് മനസ്സിലാവും. അല്ല, ആരാ നിങ്ങളെ കാണാൻ വന്ന? എന്റെ ഒരു കൂട്ടുകാരിയാ. ഈ കണ്ട കൂട്ടുകാരി നാട്ടുകാരിയൊക്കെ വിളിച്ച് ഈ വീട്ടിനകത്ത് കയറ്റരുതെന്ന് ഞാൻ നിങ്ങൾക്ക് താക്കി തന്നിട്ടുള്ളതല്ലേ? അവള് ഈ വഴിയെ പോയപ്പോ അറിയാതൊന്ന് കയറിയതാ. വഴിയെ പോകുന്നവർക്ക് വലിഞ്ഞു കയറാൻ ഇതെന്താ വഴിയമ്പലോ? വേഗം പറഞ്ഞു വിട്, അല്ലെങ്കിൽ ഞാനങ്ങോട്ട് വരും. അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കും. അയ്യോ വേണ്ട, മേലിൽ ഇത് ആവർത്തിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരാളോട് സംസാരിച്ച് നിൽക്കുമ്പോ ഇങ്ങനെ വിളിക്കരുതെന്ന്. ദേ, ഒരു പ്രാവശ്യം കൂടി ഞാൻ ക്ഷമിക്കുക. മേലിൽ ഇതുണ്ടാവരുത്, കേട്ടോടി? എന്താ അമ്പിക ഇത്ര ദേഷ്യം? പിന്നെ ദേഷ്യം വരാതിരിക്കൂ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആജ്ഞാസ്വരത്തിൽ വിളിക്കാമോ? കാരണം നോക്കിയേ ഒന്ന് കൊടുക്കാനാ ഞാൻ ചെന്നേ, പിന്നെ വേണ്ടാന്ന് വെച്ചു. കരഞ്ഞു കൂവുന്നേ. അല്ല, എന്നാ പുഷ്പകല പോവല്ലേ? എനിക്ക് തരാനുള്ള ഫണ്ട്? അതെ, ഞാൻ നാളെ തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഞാനേ ബാങ്ക് ഒന്ന് മാറി, അപ്പോ അതിൻ്റെതായ ചില പ്രോബ്ലംസ് ഉണ്ട്. നാളെ തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കണം. എനിക്ക് അമ്പികയെ തിരക്കി നടക്കാനൊന്നും നേരമില്ല. ശരി.